അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികളെ ആൾക്കൂട്ടത്തിന് മുന്നിൽ അപമാനിച്ച മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ.ടി. ജലീൽ. ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികളോട് അക്ഷരമറിയില്ലേ എന്ന് ചോദിച്ച ജലീലിന്റെ പരിഹാസം. അഡ്രസ് തെറ്റിച്ചെഴുതിയെന്ന് പറഞ്ഞ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ചെവിയിൽ നുള്ളി. മണ്ണാർക്കാട് നടന്ന അനുമോദന ചടങ്ങിലാണ് സംഭവം. അതേസമയം തമാശയിലൂടെ കുട്ടികളെ അവരുടെ കഴിവുകൾക്കൊപ്പം കുറവുകളും ചൂണ്ടിക്കാണിച്ച് കൊടുക്കാനാണ് ശ്രമിച്ചതെന്നാണ് ജലീലിന്റെ ന്യായീകരണം. അതേസമയം ജലീലിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം എന്താണ്? ആരായിരുന്നു പാത്തുമ്മ? സഫീന എന്ന് വേണ്ട, സഫീന മതി. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താണോ എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്നും എഴുത്. അഡ്രസ് എഴുതാൻ അറിയില്ല. എടോ, അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ലട, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? ചേരുന്നുണ്ട് അരുൺ. ഈ തലയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യനാണോ എന്നേ തോന്നുന്നുള്ളൂ. കാരണം കുട്ടികളെയാണ് ഇത്തരത്തിൽ വിളിച്ചു വരുത്തി, വേദിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ അവരുടെ കുറവുകളൊക്കെ പറഞ്ഞ് അയാൾ പരിഹസിച്ച് ചിരിക്കുന്നത്. തനിക്ക് വലിയ കഴിവുകൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനും ഒക്കെയുള്ള ശ്രമം കാണുന്നു. എന്തായാലും ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. ജലീലിന്റെ ന്യായീകരണവും വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പ്രജിത്ത്, തീർച്ചയായിട്ടും ഈ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ വലിയ രീതിയിൽ ഒരു മാന്യതയില്ലായ്മയും മാത്രമല്ല, ഈ പൊതുസമൂഹത്തോടും ഈ വിദ്യാർത്ഥിയോടും ഒക്കെ മാപ്പ് പറയേണ്ട തരത്തിലുള്ള ഒരു കുറ്റമാണ് ഈ ജലീൽ ചെയ്തത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, ഈ അധ്യാപകരൊക്കെ സാധാരണഗതിയിൽ കുട്ടികൾ ചെയ്ത ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ, അവരുടെ അക്ഷര തെറ്റുകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലാസ് മുറിയിൽ അവരെ തിരുത്തുകയും മറ്റുമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. SLC, +2 അതുപോലെ തന്നെ മറ്റ് വിവിധ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുന്നതിനായിട്ട് ഇന്നലെ പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ടായിരുന്നു, അതായത് 3 വാർഡുകളിലെ കുട്ടികൾ പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടകനായിട്ടായിരുന്നു ഈ കെ.ടി. ജലീൽ അവിടെ എത്തിയത്. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു വിദ്യാർത്ഥികളുടെ അക്ഷരത്തെറ്റും മറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്രയും വലിയ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മറ്റു കുട്ടികളുടെയൊക്കെ മുന്നിൽ വെച്ച് അവരെ കളിയാക്കുന്ന ഒരു സമീപനം ഈ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കെ.ടി. ജലീലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വാർത്തയായി. ഈ ജലീൽ ചെയ്തത് തെറ്റാണ് എന്ന് ഓരോ മാധ്യമങ്ങളും കൃത്യമായി ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിനെ ന്യായീകരിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടാണ് ഇപ്പോൾ കെ.ടി. ജലീൽ രംഗത്തെത്തിയിരിക്കുന്നത്. ജലീൽ പറയുന്നത്, മണ്ണാർക്കാട് അനുമോദ സദസ്സിനിടെ ഈ സംഭവം ഉണ്ടായത് തമാശയിലൂടെ ദേഷ്യപ്പെട്ടും ചിരിപ്പിച്ചും കുട്ടികളെ അവരുടെ കഴിവുകൾക്കൊപ്പം കുറവുകളും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാണ് താൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. വീഡിയോയുടെ പൂർണ്ണഭാഗം കണ്ട് അത് മനസ്സിലാവും. ചിരിച്ചുകൊണ്ടൊരു കുട്ടിയുടെ ചെവിയിൽ പിടിച്ചു എന്നത് ശരിയാണ്, പക്ഷേ അപ്പോൾ അവനും ചിരിക്കുകയാണ്. കുട്ടിയുടെ മുഖം മാധ്യമങ്ങൾ കൊടുക്കുമ്പോൾ ബ്ലറാക്കിയത് കൊണ്ട് അത് നിങ്ങൾക്ക് കാണാത്തതാണ്. ഞാൻ ചെവിക്ക് നുള്ളുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഏതെങ്കിലും രക്ഷിതാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ എൻ്റെ പ്രസംഗം പ്രയാസം ഉണ്ടാക്കാൻ ഇടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന തരത്തിലാണ് ജലീലിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി അല്ലെങ്കിൽ ന്യായീകരണം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പിശകുകൾ സംഭവിച്ചാൽ തമാശയിലും കാര്യത്തിലും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കലാണ് മുതിർന്നവരുടെ ചുമതല, പ്രത്യേകിച്ച് അധ്യാപകരുടെ. അല്ലെങ്കിൽ അവർ എത്ര വളർന്നാലും മയ, കുയി, പുയ, പുയു, മയു എന്നൊക്കെയാകും പറയുക എന്നൊക്കെയാണ് ജലീൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ ജലീൽ പറയുന്ന പോലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയൊക്കെ ചുമതല ഈ കുട്ടികൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ, അക്ഷര തെറ്റ് വരുത്തുകയാണെങ്കിലൊക്കെ തിരുത്തി കൊടുക്കുകയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത്രയും വലിയൊരു പൊതു സമൂഹത്തിന് മുന്നിൽ വെച്ച ഒരു കുട്ടിയെ, അത് അങ്ങനെയല്ലല്ലോ. പണ്ട് കുട്ടികളെ തല്ലി ശരിയാക്കാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റാണെന്ന് പിന്നീടുള്ള കാലം തെളിയിച്ചതാണ്. കുട്ടികളെ പരസ്യമായി അപമാനിക്കുന്നതോ അവരെ പൊതുവേദിയിൽ വിളിച്ചു നിർത്തി ഇപ്പോൾ അവർ ചിരിച്ചു എന്നാണ് മന്ത്രി പറയുന്നത്. ഒരു പൊതുവേദിയിൽ അങ്ങനെ ഒരാൾ, ഇത്രയും വലിയ സ്ഥാനത്തൊക്കെ ഇരുന്ന ഒരാൾ വന്ന് തങ്ങളെടുത്ത് അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ അവർക്ക് അവിടെ ദേഷ്യം പ്രകടിപ്പിക്കാനൊന്നും കഴിയില്ല. പക്ഷേ അവർക്കതുണ്ടാക്കുന്ന അപമാനം എത്രത്തോളമാണെന്ന് അത്തരം രീതിയിൽ പൊതുവേദികളിൽ അപമാനിക്കപ്പെട്ട കുട്ടികളുടെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അത് പിന്നീട് വലിയ ട്രോമയായി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രീതി തന്നെ വലിയ രീതിയിൽ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആ സ്ഥാനത്ത് എങ്ങനെ ജലീൽ എത്തിച്ചേർന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഒരിക്കൽ കൂടി ബലം പകരുന്നതല്ലേ ഈ പെരുമാറ്റങ്ങൾ? അരുണ,
പ്രജിത്ത് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ അധ്യാപകർ തല്ലുന്നത് പോലും കുട്ടികളിൽ പലതരത്തിൽ തല്ലുക മാത്രമല്ല പലതരത്തിൽ കുട്ടികൾ പെട്ടെന്ന് തന്നെ സെൻസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്, വാർത്തകൾ നൽകിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇവിടെ ജലീൽ പറഞ്ഞ പോലെ ആ കുട്ടി ചിരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതെങ്ങനെ ആ കുട്ടിക്ക് എത്രത്തോളം മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇത് ഒരു റെക്കോർഡാണ്. അതായത് ചാനൽ ക്യാമറകളും മറ്റുമൊക്കെ നിൽക്കുന്ന സമയത്താണ് ആ കുട്ടിയെ ഇങ്ങനെ കളിയാക്കിയിട്ടുള്ളത്. ഇനി ആ കുട്ടി എത്ര വലിയ നിലയിൽ ഭാവിയിൽ എത്തിയാൽ പോലും ഇത് എപ്പോഴും ഒരു റെക്കോർഡായിട്ട് വീഡിയോ റെക്കോർഡായിട്ടും മറ്റുമൊക്കെ കിടക്കും. അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ആ കുട്ടിയെ കൂടുതൽ ട്രോൾ ചെയ്യുകയോ മറ്റുമൊക്കെ തരത്തിൽ ആ കുട്ടിക്ക് അത് എത്രത്തോളം മാനസിക വിഷമം ഉണ്ടാക്കും എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ലാത്ത തരത്തിൽ തന്നെയാണ്. ഏതായാലും നിലവിലിവിടെ ജലീൽ ചെയ്ത കുറ്റം സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ ന്യായീകരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജലീലിന് താൻ ചെയ്ത കുറ്റം എന്താണെന്ന് പോലും ബോധ്യപ്പെടുന്നില്ല ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ചുമതലയൊക്കെ വഹിച്ചിരുന്ന വ്യക്തിക്ക് എന്നുള്ളതാണ് സ്വാഭാവിക ചോദ്യമായിട്ട് വരുന്നത്. സംഭവത്തിൽ ഏതായാലും ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. നേരത്തെ വിവിധ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെടണം, സ്വമേധയാ കേസെടുക്കണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ജലീൽ പൊതുസമൂഹത്തോടും ആ വിദ്യാർത്ഥിയോടും ഒക്കെ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിലിപ്പോൾ ഏതായാലും ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ ജലീൽ മാപ്പ് പറയാനൊന്നും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ചെയ്തത് തെറ്റാണെന്നേ സമ്മതിക്കാതെ അതിനെ ന്യായീകരിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടാണ് ഇപ്പോൾ ജലീൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഓക്കെ, അരുണാണ് എന്തായാലും വിവരങ്ങൾ നൽകിയത്. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ കുട്ടിയെയും തിരുത്തേണ്ടതും അവനെ നേർവഴിക്ക് നയിക്കേണ്ടതും അവൻ്റെ പഠനത്തിലെ പോരായ്മകൾ പരിഹരിക്കേണ്ടതും ഒക്കെ അധ്യാപകരുടെയും ഒക്കെ ചുമതല തന്നെയാണ്. പക്ഷേ അതൊക്കെ വളരെ വ്യക്തിപരമായി നടത്തേണ്ട തിരുത്തലുകളാണ്. പൊതുവേദിയിൽ വിളിച്ച് ഇപ്പോൾ ജലീൽ കാണിച്ചതുപോലെയുള്ള ഈ പരിപാടിയല്ല അതിനുണ്ടാകേണ്ടത്.